നമസ്കാരം. പ്രധാന വാർത്തകൾ. ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് തിരിച്ചടിയാകുന്നു. കേരളത്തിൽ വൈദ്യുത ചാർജ് വർധനവ്. സംസ്ഥാനത്ത് വൈദ്യുത ചാർജ് വർധനവ് ഉടനെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് തിരിച്ചടിയായെന്നും അതിനാൽ വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രത്യേക സമ്മർ താരിഫ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. റെഗുലേറ്ററി കമ്മീഷൻ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും തീരുമാനമെടുക്കുകയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതിയിൽ തീപിടുത്തം. സുപ്രീം കോടതി സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായ ഉടനെ തന്നെ അണയ്ക്കാനായതിനാൽ വലിയ അപകടം ഒഴിവായി. കോടതി നമ്പർ 11-നും കോടതി നമ്പർ 12-നും ഇടയിലുള്ള വെയിറ്റിംഗ് ഏരിയയിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത്. തീ പിടിച്ച് പുക ഉയർന്ന ഉടനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചേർന്ന് അഗ്നിശമന ഉപകരണം ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നു. നേരിയ തീപിടുത്തമാണ് ഉണ്ടായതെന്ന് സ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് പുകപടലം ഉയർന്നു. CPM-ന് ആശ്വാസം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ജാമ്യം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളായ CPM നേതാവ് CR അരവിന്ദാക്ഷനും മുൻ അക്കൗണ്ടന്റ് CK ജിൽസനും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 1 വർഷത്തിലധികമായി ഇരുവരും റിമാൻഡിലായിരുന്നു. വടക്കഞ്ചേരി നഗരസഭാംഗമായ അരവിന്ദാക്ഷൻ 1 വർഷത്തിലേറെയായി ജയിലിലാണ്. അടുത്ത ബന്ധുവിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇടയ്ക്ക് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. ജസ്റ്റിസ് CS ഡയസാണ് ഇരുവരുടെയും ജാമ്യാപേക്ഷയിൽ വാദം കേട്ടത്. വളപട്ടണത്തെ വൻ കവർച്ചയിൽ പ്രതി പിടിയിൽ. വളപട്ടണം കവർച്ചാ കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ. മന്നയിൽ അരി വ്യാപാരി KP അഷ്റഫിന്റെ വീട് കുത്തിത്തുറന്ന് 1 കോടി രൂപയും 300-ലേറെ പവൻ ആഭരണങ്ങളും കവർന്ന സംഭവത്തിൽ അഷ്റഫിന്റെ അയൽവാസിയാണ് പിടിയിലായത്. അഷ്റഫിന്റെ വീടിന് സമീപത്തെ കൊച്ചുകൊമ്പൽ വിജേഷിനെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു. അഷ്റഫുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് വെൽഡിംഗ് തൊഴിലാളിയായ വിജേഷ്. കവർച്ച ചെയ്ത പണവും ആഭരണങ്ങളും വിജേഷിന്റെ വീട്ടിലെ കട്ടിനടിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. CCTV ദൃശ്യങ്ങളും വിരലടയാളവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. ടൂർ പാക്കേജ് കമ്പനിയുടെ പേരിൽ ആൾമാറാട്ടം. ആലപ്പുഴ സ്വദേശിയായ അധ്യാപകന്റെ പണം തട്ടിയ യുവാവ് അറസ്റ്റിൽ. ടൂർ പാക്കേജ് കമ്പനിയുടെ പേരിൽ ആൾമാറാട്ടം നടത്തി 13,67,000 രൂപ വഞ്ചിച്ചെടുത്ത പ്രതികളിൽ ഒരാൾ അറസ്റ്റിൽ. ആലപ്പുഴ നെടുമുടി സ്വദേശിയായ അധ്യാപകന്റെ പണമാണ് ഇവർ തട്ടിച്ചെടുത്തത്. മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ വഴി ബന്ധപ്പെട്ട് ടൂർ പാക്കേജ് കമ്പനിയുടെ റിവ്യൂ ചെയ്ത് വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി ലാഭമുണ്ടാക്കാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. പ്രതികൾ അയച്ചു കൊടുത്ത ലിങ്ക് വഴി പരാതിക്കാരനെ ടൂർ പാക്കേജ് കമ്പനിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അതിലെ വിവിധ സ്ഥലങ്ങളിൽ ടൂർ പാക്കേജിൽ സെലക്ട് ചെയ്തതിനും റിവ്യൂ ചെയ്യുന്നതിനും പ്രതിഫലം കിട്ടിയതായി കാണിക്കുകയും ഈ തുക പിൻവലിക്കണമെങ്കിൽ പണമടച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താണ് ഇവർ പല അക്കൗണ്ടുകളിൽ 8 തവണകളായി 13,67,000 രൂപ അധ്യാപകനിൽ നിന്നും അയച്ചു വാങ്ങിയത്. അർത്തുങ്കൽ ബൈപ്പാസിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചു. വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. അർത്തുങ്കൽ ബൈപ്പാസിലുണ്ടായ വാഹനാപകടത്തിൽ വീട്ടമ്മ മരിച്ചു. ചേർത്തല കുറ്റിക്കാട് സ്വദേശി നിഷയാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇതര ജാതിയിൽപ്പെട്ട യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. പോലീസുകാരിയെ വണ്ടിയിടിച്ച് വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തി. തെലങ്കാനയിൽ വീണ്ടും ദുരഭിമാന കൊല. ഇതര ജാതിയിൽപ്പെട്ട യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചെന്ന കാരണത്താൽ പോലീസ് കോൺസ്റ്റബിളിനെ സഹോദരൻ വെട്ടിക്കൊലപ്പെടുത്തി. തെലങ്കാനയിലെ ഹയാത്ത് നഗർ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ നാഗമണിയാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ പരമേശാണ് നാഗമണിയെ വാഹനം ഇടിച്ചു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. മറ്റൊരു ജാതിയിൽപ്പെട്ട യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് പരമേശിനെ പ്രകോപിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നാഗമണി മരിച്ചു. കിണർ വൃത്തിയാക്കി തിരിച്ചു കയറുന്നതിനിടെ കൈവരി തൂണിടിഞ്ഞു. തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കിണർ വൃത്തിയാക്കി തിരിച്ചു കയറുന്നതിനിടെ തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചു. പൊൻകുന്നം 1-ാം മൈൽ സ്വദേശി കുരുകോടിൽ ജിനോ ജോസഫാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ഓടെയാണ് അപകടം. ജിനോയുടെ കൂടെയുണ്ടായിരുന്ന സഹായി കട്ടപ്പന സ്വദേശി സനീഷിനും തലയ്ക്ക് പരിക്കേറ്റു. ജിനോയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു സനീഷ്. KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. കണ്ണൂരിൽ പേരാവൂർ കല്ലേരിമലയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കല്ലേരിമല ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചത്. വയനാട് നിന്ന് വന്ന KSRTC ബസ്സും വയനാട്ടിലേക്ക് പോയ KSRTC ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഒരു ബസ് ഡ്രൈവർക്കും സാരമായ പരിക്കേറ്റു. വീട്ടിനുള്ളിൽ മരണ മുന്നറിയിപ്പ്. ആലപ്പുഴയിൽ ഉറക്കം നഷ്ടപ്പെട്ട യുവാവ്. മത്സ്യത്തൊഴിലാളി യുവാവിന്റെ വീട്ടിൽ മരണ മുന്നറിയിപ്പ് പോസ്റ്റർ. ഭീതിയിൽ ഉറക്കമില്ലാതെ യുവാവ്. പുറക്കാട് പഴയങ്ങാടി KK ഭവനിൽ കലേഷ് കലാധരന്റെ വീട്ടിലെ ഹാളിലാണ് പോസ്റ്റർ ഒട്ടിച്ചത്. നിന്റെ മരണം ഉറപ്പ്, ബ്ലാക്ക് ഡാലിയ എന്നാണ് മാർക്കർ പെന്നുപയോഗിച്ച് എഴുതി വെച്ചത്. കലേഷിന്റെ വൃദ്ധയായ മാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കലേഷ് മത്സ്യബന്ധനത്തിനായി ബോട്ടിലും ഭാര്യയും 2 മക്കളും പുറത്തു പോരുന്ന സമയത്താണ് പോസ്റ്റർ പതിച്ചത്. കലേഷ് അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകി. ഭയപ്പാട് കാരണം ഉറങ്ങാൻ കഴിയുന്നില്ലെന്നാണ് യുവാവ് പറയുന്നത്.